ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഈ ബുദ്ധിയൊക്കെ എന്റെ മോൻ എവിടുന്നാ കിട്ടുന്നത്? നിന്റെ ആ കൂട്ടുകാരനാണോ ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അല്ല, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ. അതിനാരെ അമ്മ പഴി പറയാൻ നിൽക്കണ്ട. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നെ ഇതിനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നത്? അച്ഛൻ മരിച്ചു പോയിട്ടും അതിന്റെ കുറവ് ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? അച്ഛൻ മരിച്ചു പോയതിന്റെ കുറവ് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? എന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിലേ എനിക്കിതുപോലെ ഹരിയച്ഛന്റെ മുമ്പില് തെണ്ടേണ്ടി വരില്ലായിരുന്നു. ഹരിയച്ഛൻ എപ്പോഴും മീരയുടെ കാര്യം മാത്രമേ ഉള്ളൂ. മീര അങ്ങനെയാണ്, മീര എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് വലിയ അഭിമാനമാണ്. അവള് വലിയ കൃഷ്ണഭക്തയാണ്, പാട്ടുകാരിയാണ്, വലിയ പഠിപ്പിസ്റ്റാണ്. ഞാൻ വെറും പൂജ്യം, സപ്ലിയുള്ള, പഠിക്കാത്ത, ജോലിക്കൊന്നും പോവാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ. എന്റെ സ്വന്തം അച്ഛനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയോ? ദൈവം എല്ലാരെയും ഒരുപോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിലേ മനുഷ്യരെല്ലാം ഫോട്ടോ കോപ്പി പോലെ നടന്നേനെ. അമ്മേ, ഓരോ മനുഷ്യർക്കും ഓരോ കഴിവാണ്, ഓരോ ചിന്തകളാണ്. എനിക്ക് പറ്റുന്നത് ബിസിനസ്സാണ്. അതിന് കാശ് വേണം. അത് തരാൻ ആർക്കും വയ്യെങ്കിലേ അതുണ്ടാക്കാനുള്ള വഴി ഞാൻ നോക്കും. ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും കമ്പനിയിൽ കയറി അവരുടെ പ്രോഡക്റ്റും വിറ്റ് നടന്ന ബിസിനസ് പോയിട്ട് ഒരു പെട്ടിക്കട പോലും സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റില്ല. അത് വലുത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? മോനെ, ഇത്രയൊക്കെ വിഷമങ്ങള് നിന്റെ ഉള്ളിലുണ്ടായിരുന്നോ? അമ്മ ഇതൊന്നും അറിയാതെ പോയല്ലോടാ. ഞാൻ ഇതൊക്കെ പലപ്പോഴായി പല രീതിയിൽ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ. അമ്മ എന്നെ മനസ്സിലാക്കാതെ പോയത് എന്റെ തെറ്റൊന്നുമല്ല. അതൊക്കെ ശരിയാടാ, പക്ഷേ നീ അതിനു വേണ്ടി തെരഞ്ഞെടുത്ത വഴി തെറ്റാ മോനെ. നമുക്കിതൊന്നും വേണ്ടടാ. മക്കൾ അമ്മ പറയുന്നത് അനുസരിക്കണം. നീ ഇനി ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. ആ ശരി, ചെയ്യില്ല. എനിക്കൊരു 30 ലക്ഷം രൂപ ലോൺ എടുത്ത് തരാൻ അമ്മ ഹരിയച്ഛനോട് പറയണം. മോനെ, അത് ഇപ്പൊ ഞാൻ ഇതെങ്ങനെ പറയാനാ? നീ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച സ്ഥിതിക്ക് ഹരിയേട്ടൻ ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹരിയച്ഛൻ ഇത്ര പൊള്ളാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എടുത്തു തരാനൊന്നും അല്ലല്ലോ പറഞ്ഞത്. എനിക്കൊരു ലോൺ ശരിയാക്കി തന്നാ പോരെ, അത് ഞാനങ്ങ് തിരിച്ചടക്കില്ലേ? മോനെ, ഇക്കാര്യം 1-2 പ്രാവശ്യം അമ്മ സംസാരിച്ചു കഴിഞ്ഞതാ. നീ 1 വർഷം എവിടെയെങ്കിലും സ്ഥിരമായിട്ട് ജോലി ചെയ്താ നിനക്ക് ലോൺ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്താ അത് ചെയ്താല്? എന്നെ കൊണ്ട് പറ്റില്ല, അത്ര തന്നെ. 1 വർഷം വല്ലവർക്കും വേണ്ടി അടിമപ്പണി ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ കിട്ടുന്ന ലോണും എനിക്ക് വേണ്ട. ശരി, അത് വേണ്ടെങ്കി വേണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. പക്ഷേ ഇനി ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോവല്ലേ മോനെ. നീ എന്താ മോനെ ഒന്നും പറയാത്തത്? അമ്മ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇനി നീ തെറ്റായ വഴിക്ക് പോകരുത്. ദേ, ഇനി നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അമ്മയുടെ തലേ തൊട്ട് സത്യം ചെയ്തതാ. സത്യം ചെയ്യും മോനെ. സത്യം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്ക് ആരെയും ബോധിപ്പിക്കാനും വയ്യ. എന്റെ ഈശ്വര, എന്റെ മോനൊരു നല്ല ബുദ്ധി കൊടുക്കണേ. എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് തീ തീറ്റിക്കുന്നത്?
എന്താ മോളെ? കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ ഞാൻ പാസ്സായി. എനിക്ക് ജോലി കിട്ടി അച്ഛാ. ഈശ്വരാ, ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് ജോലി കിട്ടുമെന്ന്. അവരെ ഫോൺ ചെയ്ത് പറഞ്ഞതാണോ? ഇല്ലച്ചാ, മെയില് വന്നതാ. ഓഫർ ലെറ്റർ ഉണ്ട്. നാളെ ജോയിൻ ചെയ്യാൻ അറിയിച്ചിരിക്കുന്നെ. മോളുടെ കഴിവിനും കഠിനാധ്വാനത്തിനും ഭഗവാൻ തന്ന അനുഗ്രഹമാ ഈ ജോലി. അതെ, അത്രയും പേരെ ആദ്യത്തെ ഇന്റർവ്യൂവിന് അവിടെ കണ്ടപ്പോ ഞാൻ 2ാം റൗണ്ടിൽ എത്തുമെന്ന് പോലും കരുതിയതല്ല. പക്ഷേ അന്ന് ബസ് കയറാൻ നിന്ന നേരത്ത് ഒരാൾ അവിടെ വന്ന് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഇന്റർവ്യൂവിന് ഉപകാരപ്പെട്ടു. അതൊക്കെ ഒരു നിമിത്തമാണ് മോളെ. ഇങ്ങനെയൊക്കെയാണ് ഈശ്വരൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ ബീനെ, മോള് ഇന്റർവ്യൂവിന് പാസ്സായി, ആ ജോലി കിട്ടി. ആണോ? നന്നായി. നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന്. അതിനെന്താ? നാളെ ജോയിൻ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അച്ഛാ, ഞാനൊന്ന് മുത്തശ്ശിയെ വിളിച്ച് വിവരം പറയട്ടെ. ശരി മോളെ. അങ്ങനെ മീരയ്ക്കൊരു ജോലിയായി. അതെ. സൂരജിന്റെ കാര്യത്തിൽ കൂടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സമാധാനായേനെ. മീരമോളുടെ കാര്യം നോക്കിയ ബീനെ, അവൾക്ക് ഈ ജോലി കിട്ടാൻ നമ്മൾ ആരെയും എന്തെങ്കിലും ചെയ്തതാണോ? ഇന്ത്യയിലെ തന്നെ വലിയൊരു കമ്പനിയാണ് ദേവ ബിൽഡേഴ്സ്. അവൾ അവിടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തതോ ഇന്റർവ്യൂവിന് വേണ്ടി പഠിച്ചതോ നമ്മൾ ആരും അറിഞ്ഞതല്ലോ. സൂരജിന്റെ കാര്യമോ, നമ്മൾ ആരെങ്കിലും അവനെ സഹായിക്കാന്ന് വെച്ചാൽ അവൻ അതിലൊന്നും താല്പര്യമില്ല. അവന്റെ ഉള്ളിൽ വേറെന്തൊക്കെയോ ചിന്തകളാണുള്ളത്. അതൊക്കെ പ്രായത്തിന്റെ ഓരോരോ കുസൃതികളായിട്ട് കണ്ടാ മതി ഹരിയേട്ടാ. ആൺകുട്ടികളാവുമ്പോ ഇങ്ങനെയൊക്കെ ഓരോന്ന് സർവ്വസാധാരണല്ലേ. ബീനയാണ് ഇപ്പോഴും അവനെ കുട്ടിയായിട്ട് കാണുന്നത്. പക്ഷെ പുറത്തുള്ള ഒരു നിയമവും അവനെ പ്രായപൂർത്തിയായ ആളായിട്ടാ കാണുന്നത്. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ആ തലത്തിലേ കാണും. അതുകൊണ്ട് തന്നെ പലരുടെയും കൈയും കാലും പിടിച്ചിട്ട് അവനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരേണ്ടി വന്നത്. ഹരിയേട്ടൻ പറയുന്നത് ശരിയാ. എന്നാലും എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഹരിയേട്ടാ. ഉപേക്ഷിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. അവനെ ഓവർ കെയർ ചെയ്ത് വഷളാക്കാതിരിക്കെ. അവൻ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല. ഹരിയേട്ടൻ തന്നെ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി തന്നാ മതി. ബീനെ, സൂരജിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. ഇനി അവന് സ്വയം തിരുത്താനുള്ള സമയം കൊടുക്കുക. അത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. ഭഗവാനെ, കൃഷ്ണ, ഞാൻ ആദ്യമായിട്ട് ഒരു ജോലിക്ക് പോവാ. ഇത്രയും നാളും പുസ്തകങ്ങൾ വായിച്ചും പഠിച്ചും ഉള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. ഒരു ജോലി സ്ഥലത്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാ കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല. എല്ലാം നന്നായി ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും എനിക്ക് തരണേ ഭഗവാനെ. സ്കൂളിൽ പാട്ട് പാടി. മുത്തശ്ശി പഠിപ്പിച്ച പാട്ടാ പാടിയത്. എല്ലാവർക്കും അതിഷ്ടായി. അമ്മ കേട്ടിരുന്നെങ്കിൽ അമ്മയ്ക്കും ഇഷ്ടമായേനെ. ഞാൻ പാടുന്നത്
അമ്മയ്ക്ക് കേൾക്കാൻ പറ്റോ? ഇല്ലായിരിക്കും അല്ലേ? കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാണാനും പറ്റിയേനെ. അമ്മ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ പാട്ടുകൾ പഠിപ്പിച്ചെന്നേനെ. ഹരിയേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ പിന്നെ? മീര മായയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നത് കണ്ടില്ലേ? കണ്ടു. ഞാൻ ഇക്കാര്യം എപ്പോഴെങ്കിലും ഹരിയേട്ടനെ കാണിച്ചു തരണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നതാ. ഇതെനിക്കറിയാവുന്ന കാര്യാ ബേനെ. മായ മരിച്ചതിന് ശേഷം മീര പലപ്പോഴും ഇങ്ങനെയൊന്ന് മായോട് സംസാരിക്കാറുണ്ട്. അതത്ര നല്ല കാര്യമല്ല ഹരിയേട്ടാ. മായ മരിച്ചുപോയി. ആ സത്യം മീര അംഗീകരിച്ചേ മതിയാവൂ. അതൊക്കെ അവൾക്കറിയാം. ഇത് അവളുടെ മനസ്സിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും അവൾ മായോട് വന്നെന്ന് സംസാരിക്കും. അതിനങ്ങനെ അങ്ങ് കണ്ടാ മതി. എനിക്കിതത്ര നിസ്സാരായിട്ട് കാണാൻ പറ്റില്ല. അതെന്താ? ഞാനിവിടെ വന്നിട്ട് 1 വർഷമായി. ഇതുവരെ മീര ദാ ഇപ്പൊ ആ ഫോട്ടോയിൽ നോക്കി സംസാരിച്ചതിന്റെ പകുതി പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. അവര് അമ്മയും മോളും അല്ലേ? മായ നഷ്ടപ്പെട്ടപ്പോ മീരയുടെ മനസ്സിലുണ്ടായ ശൂന്യത നികത്താൻ എനിക്കോ തനിക്കോ കഴിയില്ല. ഈ ചിന്ത മീരയ്ക്ക് മാത്രമാണോ അതോ ഹരിയേട്ടനും ഉണ്ടോ? നിങ്ങളിങ്ങനെ പഴയ ഓർമ്മകളുമായിട്ട് ജീവിക്കുവാണെങ്കിലേ എനിക്ക് എന്റെ പഴയ ഭർത്താവിന്റെ ഓർമ്മകളുള്ള വീട്ടിലേക്ക് പോകേണ്ടി വരും. പിന്നെ എന്തിനാണ് രണ്ടാമതൊരു ബന്ധം വേണമെന്ന് തോന്നിയത്? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാലോ? ബെഡ്റൂമിൽ വെച്ചിരിക്കുന്ന മായയുടെ ഫോട്ടോ ഒരു വെറും ഫോട്ടോയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ പഴയ ഓർമ്മകൾ നെഞ്ചിലേറ്റിയ ഹരിയേട്ടൻ എന്റെ ഒപ്പം ജീവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വിധി നമ്മളെ കൊണ്ടെത്തിച്ചൊരു സാഹചര്യത്തിലാ നമ്മൾ വീണ്ടും വിവാഹിതരായത്. ഇതൊരു പുതിയ ജീവിതമാണ്. ഇവിടെ പഴയ ഓർമ്മകളെല്ലാം മനഃപൂർവ്വം മറക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് കൂടെ ജീവിക്കുന്നവരെ വേദനിപ്പിക്കാതെ എങ്കിലും സൂക്ഷിക്കേണ്ടതാ. സന്ദീപേട്ടന്റെ കൂടെ ജീവിച്ചതില് എനിക്കും പ്രിയപ്പെട്ട പല ഓർമ്മകളും ഉണ്ട്. അതെല്ലാം മറക്കാതിരിക്കാൻ എളുപ്പത്തില് ഞാനും ഒരു ഫോട്ടോ ഈ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് തൂക്കട്ടെ? അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഇനിയുള്ള ജീവിതത്തില് അതുകൊണ്ട് എന്താ പ്രയോജനം? പോയവര് പോയി. ഇവിടെയുള്ള നമുക്ക് ഇനിയും ജീവിച്ചേ പറ്റൂ. പഴയ ജീവിതത്തിലെ നഷ്ടങ്ങളെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിനായാ നമ്മൾ വിവാഹം കഴിച്ചത്. അതിന്റെ ഇടയില് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വെറുതെ പ്രാധാന്യം കൊടുക്കണ്ട. ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ ഹരിയേട്ടന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം ഹരിയേട്ടന് എന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും. മീരെ, ഹരിയേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. മീര മായയുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കാതെ അവളുടെ സ്വപ്നലോകം വിട്ട് സാധാരണ കുട്ടികളെ പോലെ ജീവിക്കട്ടെ. അതിന് നമുക്കാദ്യം മായയുടെ ഫോട്ടോ അവിടെ നിന്ന് മാറ്റണം. അമ്മയെ ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചോളാം. അമ്മേ,
വെച്ച് നടന്നു വരുന്നതും എല്ലാം എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മായാത്ത ഓർമ്മകളാണ്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ അമ്മ വരാന്തയിൽ എന്നെ കാത്തു നിൽക്കും. ഞാൻ ഓടി വരുമ്പോ അമ്മ എന്നെ നോക്കി പുഞ്ചിരിക്കും. ആ ചിരിയല്ല എന്റെ മനസ്സിൽ ഒരു മങ്ങല് പോലെ ഏൽക്കാതെ നിൽപ്പുണ്ട്. എപ്പോഴും നന്നായിട്ട് പഠിക്കണം അമ്മ എന്നോട് പറയാറില്ലേ? ഞാനതെന്നും ചെയ്തിട്ടുണ്ടമ്മ. അന്ന് അമ്മ പറഞ്ഞു തന്ന കരുതലിന്റെയും സ്നേഹത്തിന്റെയും ശക്തി കൊണ്ടാ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞത്. അതിന്റെ ഫലം കൊണ്ടാ എനിക്കിപ്പോ ജോലി കിട്ടിയത്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോവാ അമ്മ. അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം. നന്നായിട്ട് ജോലി ചെയ്യാനും തെറ്റുകളൊന്നും വരുത്താതിരിക്കാനും അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം. മോളെ, മോൾക്ക് എന്നും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. മായ മോളെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചൊരമ്മയാ. ഇന്നിപ്പോ ഏത് ലോകത്തിലായിരുന്നാലും അവൾ മോളെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. അവിടെ ഇരുന്ന് അവൾ മോളെ അനുഗ്രഹിക്കുന്നുണ്ടാവും. ഇന്ന് മോള് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ദിവസമല്ലേ? അച്ഛൻ മോളെ കൊണ്ടുവിടാം. മോള് പെട്ടെന്ന് റെഡിയാവുക. മീര ഇരിക്കൂ. ഞാൻ മഹാദേവൻ, GM. സർ, ഇത് ദേവ ബിൽഡേഴ്സിന്റെ മെയിൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ്. ഇവിടെ അടുത്ത് നടക്കുന്ന 1-2 പ്രോജക്റ്റുകളുടെ ഓഫീസ് വർക്ക് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ നമുക്ക് ഓഫീസുകളുണ്ട്. അറിയാം സർ. HR ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഓഫീസ് ബാംഗ്ലൂരാണ്. HR സീനിയർ മാനേജരും മറ്റുള്ളവരും അവിടുത്തെ ഓഫീസിലാണുള്ളത്. അവർ മീരയെ കോണ്ടാക്ട് ചെയ്ത് വർക്ക് ബ്രീഫ് ചെയ്യും. ഓക്കെ സർ. ദാ ഇവിടെ ഡേറ്റ്, ജോയിനിങ് ടൈം, പേര്, എന്നിട്ട് സൈൻ ചെയ്തോളൂ. ഇത് ഫസ്റ്റ് ഡേ മാത്രമുള്ള ഒരു പ്രൊസീജിയറാണ്. നാളെ മുതൽ പഞ്ച് ചെയ്താൽ മതി. തമ്പ് ഇംപ്രഷൻ അവരെടുത്തുള്ളൂ. ശരി സർ. ശാലു, ഒന്ന് വരൂ. അല്ല, മീരയുടെ അടുത്താണോ താമസം? കുറച്ചു ദൂരമുണ്ട് സർ. ഓഫീസിലേക്ക് എത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല. ഓക്കെ. ആ, ഇത് മീര, നമ്മുടെ പുതിയ സ്റ്റാഫാ, HR എക്സിക്യൂട്ടീവ്. ഇയാള് മീരയുടെ സീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. ശരി സർ, വരൂ. അപ്പൊ മീര, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, ചെന്നുള്ളൂ. ഇതാണ് മാഡത്തിന്റെ ക്യാബിൻ. താങ്ക്സ്. ഒന്ന് സെറ്റ് ആയിക്കോ, അത് കഴിഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടാം. ഓക്കെ. ഭഗവാനെ, കൃഷ്ണ,
നല്ലൊരു ജോലിക്ക് ജോയിൻ ചെയ്യാം. എല്ലാം നന്നായിട്ട് ചെയ്യാൻ സാധിക്കണേ. കാത്തോളണേ ഭഗവാനെ.